ഹായ് ഹലോ, ഇന്ന് കുറച്ച് മത്തിയിട്ട് തേങ്ങ കറി വെച്ചാലോ? അതായത് നമ്മൾ തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അങ്ങനെ പച്ചത്തേങ്ങ അരച്ചൊന്ന് കറി വെച്ചാലോ എന്ന് ആലോചിച്ചു കേട്ടോ. അങ്ങനെ നല്ല കുറുകിയ മത്തിക്കറിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മൺചട്ടി അടുപ്പേ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ ഉള്ളി ചേർക്കാറില്ല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. എനിക്ക് വെളുത്തുള്ളി പ്രാന്തായതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഏറെ എടുക്കും. പിന്നെ ഇഞ്ചി എന്ന് പറയുന്നത് ഒരു പിഞ്ച് നമ്മുടെ ആവശ്യത്തിന്. പിന്നെ പച്ചമുളക് ഞാനാകെ 3 ചേർത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്ത് ഞാൻ ഇളക്കും. എന്നിട്ട് ഞാൻ പുളി വെള്ളത്തിലിടത്തില്ല, അതിന് പകരം പുളി ഡയറക്റ്റ് അങ്ങ് ഇട്ടേക്കും കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വരട്ടും. ഇതാണ് എൻ്റെ ഇത്. എന്നിട്ട് ഇതൊന്നും നല്ല മൂത്ത് വരുന്നപ്പം ഞാനൊരു ചെറുതായിട്ട് തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ടു, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ളതെല്ലാം റെഡിയാക്കാം. അത് കഴിഞ്ഞ് മിക്സി എടുത്തു, ജാറിലോട്ട് ഞാൻ ഇഞ്ചി ഇട്ടു, നമ്മുടെ ആവശ്യത്തിന് തേങ്ങ എടുത്തു. തേങ്ങയിലോട്ട് സാദാ മുളക് പൊടിയാണ്, കാശ്മീരി അല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് നല്ല വെള്ളം ഇച്ചിരി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തു കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് പൊടികളെല്ലാം ഇട്ടാൽ മതി. ഇതിൽ വെള്ളം കുറച്ച് ചേർക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഇതുണ്ടാകും കേട്ടോ. അപ്പം നന്നായിട്ട് അരച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ മൂത്തിരിക്കുന്ന അരപ്പിലോട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇടുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞടി പിടിച്ചാലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെയെല്ലാം ഇടും. ഞാൻ എപ്പോഴും ഇത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. അപ്പം നമ്മുടെ എണ്ണയെല്ലാം തിളച്ച് വന്നിട്ട് അരപ്പൊന്ന് നല്ല ഇതാവും, മൂത്ത് വരും. അതായത് നല്ല ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ആദ്യം അരപ്പൊന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഞാൻ ആ ജാറ് കഴുകിയ, അതായത് നമ്മുടെ തേങ്ങയെ കളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആ ജാറ് കഴുകിയ ഇതിട്ട് നന്നായിട്ട്, അപ്പം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അരപ്പ് വേകും കേട്ടോ. ഓൾറെഡി നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചാലും വേഗം. എന്നാലും എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം എപ്പോഴും നമ്മുടെ ഈ മത്തിയിൽ കാണും, ഇച്ചിരി വെള്ളം കാണും കേട്ടോ നമ്മുടെ മീനിൽ. അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കുഞ്ഞു മത്തി, ഇപ്പോൾ എല്ലായിടത്തും കുഞ്ഞമത്തിയാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ചെറിയ മത്തി എന്ത് ചെയ്ത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചു, തീ കൂട്ടിയിട്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റായി കുറുകിയൊക്കെ വരുന്നുണ്ട്. കുറുകി വന്നിട്ട് ഞാൻ അടപ്പൊന്നെടുത്ത് നോക്കിയപ്പോൾ നല്ല കുറുകി വന്ന ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലെല്ലാം ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും കുറച്ച് നേരം ഇരുന്നാലും ഈ പുളിയൊക്കെ എന്നാലും പിടിക്കത്തുള്ളൂ. ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇനിയും പുതിയ കുറേ നല്ല വീഡിയോസ്, കുക്കിങ്ങും എല്ലാ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. അതുവരേക്കും ബായ്.